ഇത് ശാസ്താംകോട്ട DB കോളേജ്. 3 വശവും ശുദ്ധജല തടാകത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അക്ഷരപ്പൂവ് മുറ്റമാണ് ഈ കലാലയം. ഒരു ദേശത്തിന്റെ നിറദീപമായി മാറിയ DB കോളേജ് വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി കയറുകയാണ്. കേരള സർവകലാശാലയിലെ ഒന്നാം നിര കോളേജുകളുടെ സ്ഥാനത്താണിപ്പോൾ നാക്കിന്റെ B++ ഗ്രേഡ് കൂടി ലഭിച്ചതോടെ ഈ കലാലയം. 1964 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശാസ്താംകോട്ടയിൽ കോളേജ് സ്ഥാപിച്ചത്. യശശരീരനായ കുമ്പളത്ത് ശങ്കുപിള്ളയായിരുന്നു ഉദ്ഘാടകൻ. കോളേജിന്റെ ആദ്യകാല അധ്യാപക ശ്രേഷ്ഠരിൽ നാടകാചാര്യൻ G. ശങ്കരപിള്ളയും ഉണ്ടായിരുന്നുവെന്നത് ഈ കലാലയത്തിന് മഹത്വം വർദ്ധിപ്പിക്കുന്നു. മലയാളക്കരയോട് വിട പറഞ്ഞ നടൻ ഭരത് മുരളി, പ്രവാസി മലയാളികളിൽ നേട്ടങ്ങളുമായി മുന്നേറുന്ന ഡോക്ടർ B. രവിപിള്ള, നിയമസഭാ സാമാജികരായ കോവൂർ കുഞ്ഞുമോൻ, PC. വിഷ്ണുനാഥ് തുടങ്ങി ഒട്ടേറെ ബഹുമുഖ വ്യക്തിത്വങ്ങളെ ഈ കോളേജ് നമ്മുടെ നാടിനായി സമർപ്പിച്ചിട്ടുണ്ട്. അഭിനയകലയുടെ ചവിട്ടുപടിയായ നാടകക്കളരിയുടെ തുടക്കം ഈ കലാലയമുറ്റത്തായിരുന്നു. DB കോളേജിന്റെ പ്രതാപവും സമ്പന്നതയും ഗ്രാമാന്തരീക്ഷത്തിൽ രൂപപ്പെട്ടതാണ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളാകട്ടെ അധികവും സാധാരണക്കാരും. നിഷ്കളങ്കരായ വിദ്യാർത്ഥികൾ, പ്രകൃതി രമണീയമായ ചുറ്റുപാട്, ഗ്രാമങ്ങളുടെ സാംസ്കാരിക തനിമ, തടാകക്കുന്നിന്റെ മനോഹാരിത, രാഷ്ട്രീയ സാംസ്കാരിക ബോധമുള്ള മണ്ണ് എന്നിവ ഈ കലാലയത്തെ വേറിട്ടതാക്കുന്നു. തീർത്തും പിന്നോക്ക പ്രദേശമായിരുന്ന ഒരു ദേശത്തെ അക്ഷരം പഠിപ്പിച്ച സരസ്വതി ക്ഷേത്രമാണിത്. കോളേജിന്റെ പൈതൃകം പോലെ തന്നെ പഴക്കം ചെന്നതാണ് കലാലയമുറ്റത്തെ സമരമരവും. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും സമരാശയം പൂവിടുന്നത് ഈ മരച്ചുവട്ടിലാണ്. എന്തിനേറെ, സംഘടനത്തിന് വേദിയാകുന്നതും സാക്ഷ്യം വഹിക്കുന്നതും ഈ മരച്ചുവട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ മരത്തിനുമുണ്ട് ഒരു കഥ പറയാൻ. ഈ മരം പൂക്കുമ്പോൾ ക്യാമ്പസിൽ സമരവും സംഘടനവും ഉണ്ടാകുന്നത് പതിവാണത്രേ. ഇപ്പോൾ കോളേജ് മുറ്റത്ത് ഒട്ടേറെ തണൽമരങ്ങൾ കാണാം. ഈ മരച്ചുവടുകളിലെല്ലാം പ്രണയങ്ങൾ പൂവിടുന്നതും സ്വാഭാവികമാണ്. പഠനത്തോടൊപ്പം പ്രണയത്തിന്റെ പുത്തൻ തിരമാലകൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ വന്നു പോകുന്നത് ഈ കലാലയം വേദിയാകുന്നു. അങ്ങനെ എല്ലാം കണ്ടും കേട്ടും ഈ അക്ഷരദീപം കെടാവിളക്കായി തലയുർത്തി നിൽക്കുകയാണ്. ഇന്നത്തെയും നാളത്തെയും പ്രതീക്ഷകളുമായി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.